കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 3 മാത്തമെറ്റിക്സ് എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? ടീച്ചർ പഠിപ്പിച്ച ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 പൂക്കളമായിരുന്നു. ടീച്ചർ ആസ്ക്ഡ് 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ടു മേക്ക് എ ഡിസൈൻ ഫോർ പൂക്കളം ഇൻ കണക്ഷൻ വിത്ത് ദ ഓണം സെലിബ്രേഷൻ. ദ ഡിസൈൻ ബൈ ആമിന ഈസ് ഗിവൻ. ആമിന ഡിസൈൻ ചെയ്ത പൂക്കളത്തിൻ്റെ പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ട്രയാങ്കിളിന് ബ്ലൂ കളർ നൽകണം. ഇതിലുള്ള ട്രയാങ്കിൾസിനെല്ലാം ബ്ലൂ കളർ നൽകണം. ഇതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. അതുപോലെ സർക്കിളിനെല്ലാം റെഡ് കളർ കൊടുക്കണം. സർക്കിളിനെല്ലാം റെഡ് കളർ, സ്ക്വയറിനെല്ലാം ഗ്രീൻ കളർ കൊടുക്കണം. അപ്പോൾ ട്രയാങ്കിളിന് ബ്ലൂ, സർക്കിളിന് റെഡ്, സ്ക്വയറിന് ഗ്രീൻ. ഇതായിരുന്നു എ ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ട്രയാങ്കിളിന് എല്ലാ ട്രയാങ്കിളിനും ബ്ലൂ കൊടുക്കുക, സർക്കിളിന് റെഡ് കൊടുക്കുക, സ്ക്വയറിന് ഗ്രീൻ കൊടുക്കുക. ഇങ്ങനെ കളർ ചെയ്യാം. ഇനി ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ആ പിക്ചറിൽ എന്ത് ചെയ്യണം? ഈ ഷേപ്സിൻ്റെ പേരെന്താണെന്ന് കണ്ടെത്തുക. അവ ഓരോന്നും എത്ര വീതമുണ്ടെന്ന് എഴുതുക. സർക്കിൾ ഉണ്ട്, 6 ഉണ്ടായിരുന്നു. ട്രയാങ്കിൾ 5, സ്ക്വയർ 10. ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഷേപ്പ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. എത്രയാണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊരു ഷേപ്പ് ഉണ്ടാക്കുക. ആക്ടിവിറ്റി 2 സ്പോർട്സ് മീറ്റ്. Chess numbers from 100 to 244 were given to the athletes who participated in Rajamalli Government UP School Sports Meet. രാജമല്ലി ഗവൺമെൻറ് UP സ്കൂൾ സ്പോർട്സ് മീറ്റിൽ നടക്കുന്ന മത്സരമാണ്, അത്ലറ്റ്സ് ആണ്. അതിൽ 100 to 244 ചെസ് നമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പോർട്സ് മീറ്റ്. സ്പോർട്സ് മീറ്റിന് എത്ര കുട്ടികൾ പങ്കെടുത്തു? ഇപ്പോൾ ചെസ് നമ്പർ 100 to 244 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ പങ്കെടുത്തു? 145. Chess numbers from 100 to 155 were given to the LP students. 100 to 155 വരെ LP സ്റ്റുഡൻസിൻ്റെ ചെസ് നമ്പറാണ്. ഹൗ മെനി LP സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോമ്പറ്റീഷൻ. എത്ര കുട്ടികൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു? 100 to 155 വരെ 56 കുട്ടികൾ. In the March past, students having the chess numbers from 101 to 109 stood in the correct order in the first line. മാർച്ച് ഫസ്റ്റിനായിട്ട് 101 മുതൽ 109 വരെയുള്ള കുട്ടികളെ വരിയായി നിർത്തി. റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ 5th സ്റ്റുഡൻറ്റ് ഇൻ ദ ലൈൻ. 5ാമത് നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ എന്തായിരിക്കും? 105, 101, 102, 103, 104, 105. ഓക്കെ. Rs 685 was spent to give the medals to the winners of contest. ഈ കണ്ടസ്റ്റിന് വേണ്ടി 685 രൂപ മെഡൽ വാങ്ങാൻ വിനിയോഗിച്ചു. 284 rupees was spent to prepare the chess numbers. ചെസ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 284 rupeesഉം ഉപയോഗിച്ചു. റൈറ്റ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. എന്നാൽ സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എത്ര? മെഡലിന് വേണ്ടിയിട്ട് 685, അതുപോലെ ചെസ് നമ്പേഴ്സിന് വേണ്ടി 284. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 969 കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3 സ്കൂൾ ബസാർ. ഇവിടെ സ്കൂൾ ബസാറിൽ കുറച്ച് സാധനങ്ങളുണ്ട്. സ്കെച്ച് പെൻ 55 rupees, കളറിംഗ് ബുക്സ് 100 rupees, ബോട്ടിൽസ് 250 rupees, ബോക്സ് 85 rupees, ബാഗ് 420 rupees, ഷൂസ് 330, സ്ലേറ്റ് 90, ടിഫിൻ ബോക്സ് 180, അംബ്രല്ല 400. Vidya bought things worth rupees 815 from the school bazaar. 850 rupeesന് സ്കൂൾ ബസാറിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു വിദ്യ. At first she bought an umbrella and box. ആദ്യം മേടിച്ചത് അംബ്രല്ലയും ബോക്സാണ്. Name the thing she bought for the balance money. ബാലൻസ് മണിക്ക് വാങ്ങിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത ഏത് സാധനമാണ്?
ഓക്കെ, അംബ്രല്ലയും ബോക്സും കൂടി എത്രയായെന്ന് നോക്കാം. അംബ്രല്ലയും ബോക്സും കൂടി 485 ആയിട്ടുണ്ട്. 815 ആണ് സാധനം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 815 485 കുറച്ചാൽ 330. 330ക്ക് ഏത് സാധനമാണല്ലേ? ഷൂസ്. അപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഏതാണ്? ഷൂസാണ്. ബി ക്വസ്റ്റ്യൻ, ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം, ഒരാൾ കൂടുതൽ വില കൂടിയ ഐറ്റം വാങ്ങി, അതിൻ്റെ ചീപ്പസ്റ്റ് ഐറ്റം, ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനവും വാങ്ങി, ഒരു വില കൂടിയ സാധനവും വാങ്ങി, ഒരു വില കുറഞ്ഞ സാധനവും വാങ്ങി ഫ്രം ദ സ്കൂൾ ബസാർ, ഏറ്റവും വില കൂടിയതും ഏറ്റവും വില കുറഞ്ഞതും. ഹൗ മച്ച് വിൽ നീഡ് ഇൻ ടോട്ടൽ, എന്നാൽ എത്ര രൂപയാണ് വേണ്ടത്? സ്കെച്ച് പെൻ 55 ആണ്, ഏറ്റവും കുറവാണ്. ബാഗ് ഏറ്റവും കൂടിയത് 420 ആണ്, ടോട്ടൽ 475. How much will be needed to buy a coloring book, sketch pen and box? Put a tick mark against the right answer. Right answer ന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. കളറിംഗ് ബുക്ക്, സ്കെച്ച് പെൻ, ബോക്സ് ഇവ വാങ്ങാനായിട്ട് എത്ര ആയിട്ടുണ്ടാവും? കളറിംഗ് ബുക്ക് 100, സ്കെച്ച് പെൻ 55, ബോക്സ് 85. ആൻസർ 240. ഓക്കെ, ആക്ടിവിറ്റി 4ലേക്ക് പോകാം. അബാക്കസ്. അഖില ആൻഡ് ഫാസൽ സ്റ്റഡിയിങ് ഇൻ എ ക്ലാസ് 3 ആർ മേക്കിംഗ് ഡിജിറ്റ്സ് യൂസിങ് അബാക്കസ്. അവർ അബാക്കസ് എന്താണ് ഉണ്ടാക്കുകയാണ്, ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് അബാക്കസ് ഉണ്ടാക്കുകയാണ്. ദ ഡിജിറ്റ്സ് ദേ മെയ്ഡ് യൂസിങ് 23 ബീറ്റ്സ് ആർ ഗിവൺ ബിലോ ഇൻ ദ അബാക്കസ്. ഈ 23 ബീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, 23 ബീറ്റ്സ് ഉപയോഗിച്ച് അഖില ഉണ്ടാക്കിയ നമ്പർ എത്രയാണ്? റൈറ്റ് ദ നമ്പർ അറേഞ്ച്ഡ് ബൈ അഖില ഇൻ ദ അബാക്കസ്. അപ്പോൾ 100 എത്രയുണ്ട്? 10s എത്രയുണ്ട്? 1s എത്രയുണ്ട്? 869 ആണ് അഖില ഉണ്ടാക്കിയത്. അതുപോലെ ഫാസിൽ ഉണ്ടാക്കിയത് 100s എത്ര, 10s എത്ര, 1s എത്ര, അങ്ങനെ 788 ആണ് ഫസൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ബി ക്വസ്റ്റ്യൻ, ഇഫ് അഖില ചേഞ്ച് എ ബീറ്റ് ഫ്രം 1 പൊസിഷൻ ടു ദ 100 പൊസിഷൻ, വാട്ട് വിൽ ബി ദ നമ്പർ? അപ്പോൾ ഇതാണ് അഖിലയ്ക്ക് കിട്ടിയ നമ്പർ. ഇതിൽ നിന്ന് 1 പൊസിഷനിലുള്ളതിന് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? 100 പൊസിഷനിലേക്ക് കൊടുക്കണം. 23 ബീറ്റ്സേ ഉള്ളൂ. അപ്പോൾ 1 പൊസിഷനിലുള്ളത് 100 പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഇതെവിടെ വരും? തിരിച്ചിവിടെ വരും. അപ്പോൾ എങ്ങനെയായി? 968 ആണ് ആൻസർ. അതുപോലെ ഇൻ ദ സെക്കൻഡ് റൗണ്ട്, ഈ ഫാസൽ റീഅറേഞ്ച്ഡ് എ ബീറ്റ് ഫ്രം 10th പൊസിഷൻ ടു 100. 10th പൊസിഷനെ 100ലോട്ട് മാറ്റി. ഇതാണ് 10th പൊസിഷൻ. അതിനെ 100ലോട്ട് മാറ്റിയപ്പോൾ 8 ഇവിടെ വന്നു, 7 തിരിച്ചു വന്നു. അപ്പോൾ എന്ത് വരും? 878 ആണ് നമ്പർ. ഇതാണ് ആൻസർ. കറക്റ്റാണോ? ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ 23 ബീറ്റ്സ്. 23 ബീറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3-digit നമ്പർ. എന്ത് ചെയ്യാം? ഇവിടെ 9 ആണ് ഏറ്റവും വലുത്, 9 ഇടാം. ഇവിടെയും 9 ആണ് ഏറ്റവും വലുത്, 9 ഇടാം. അപ്പോൾ 9. ഇനി ബാക്കി എത്രയുണ്ട് 23 ആവാൻ? 5 ഇവിടെ കൊടുക്കാം. 995, 995. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5, നിറയുന്ന കണക്കുപെട്ടി. There are 1000 ഈർക്കിൽ സ്റ്റിക്സ് ഇൻ രാഹുൽസ് മാത്തമെറ്റിക്കൽ ബോക്സ്. രാഹുലിൻ്റെ മാത്തമെറ്റിക്സ് ബോക്സിൽ 1000 ഈർക്കിലുണ്ട്. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ബോക്സ് ഇൻ ബണ്ടിൽ ഓഫ് 100 each. 100 എണ്ണം വീതമുള്ള ബണ്ടിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. There were only 850 sticks left in the box. 850 സ്റ്റിക്സ് ആണ് ബോക്സിലുള്ളത്. When Saju and Biju arranged them after a mathematical game. അതൊരു മാത്തമെറ്റിക്കൽ ഗെയിമിലൂടെ അവർ അറേഞ്ച് ചെയ്യാണ്. ഹൗ മെനി മോർ ആർ നീഡഡ് ടു മേക്ക് ഇറ്റ് 1000? 1000 ആവാൻ ഇനി എത്ര വേണം? 850 ഉണ്ട്. 1000 ആകാൻ ഇനി എത്ര വേണം? 150. ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി there if 850 sticks are arranged as bundle of 10? 10 വെച്ചുള്ള ഓരോ ബണ്ടിലായിട്ട് 850 സ്റ്റിക്സിനെ 10 വെച്ചുള്ള ബണ്ടിലായിട്ട് ക്രമീകരിച്ചു. എന്നാൽ എത്ര ബണ്ടിൽ ഉണ്ടാവും? 85 ബണ്ടിൽ. ഓക്കെ, കംപ്ലീറ്റ് ദ പാറ്റേൺ. 150, 300, 450. ഇത് 150 വെച്ച് കൂട്ടി പോവുകയാണ്. അപ്പോൾ 600. വീണ്ടും 150 കൂട്ടുമ്പോൾ 750. സി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ്. ഇത് ടീച്ചർ പഠിപ്പിച്ചാണ് വിട്ടത്. ഈ പാറ്റേണും ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചാണ് വിട്ടത്. ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. ടീച്ചർ ഇന്നലെ നല്ലതുപോലെ പഠിപ്പിച്ച് വിട്ടിരുന്നു. ഇതും പഠിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. 987 എന്നാൽ 987. 900, 8 10, 7 ones. വൺസ് വന്നാൽ ടീച്ചർ പറഞ്ഞു ഈ നമ്പർ അതുപോലെ അങ്ങ് എഴുതാനായിട്ട് പറഞ്ഞു. 987. 987 വന്നാൽ വൺസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ എഴുതാൻ പറഞ്ഞു. ഇവിടെയോ ടീച്ചർ പറഞ്ഞു 10സും 1സും മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്യണം? 10s എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടുമായിരിക്കും. ഓർമ്മയുണ്ടോ? 98 10s, 7 1s. ഇതും ടീച്ചർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്തല്ലോ? ശരിയായിട്ട് എഴുതിയില്ലേ? യെസ്. Next question, activity 6, World Cup cricket.
The table given below is the detail of players who won maximum runs in the 2020 World Cup match. Analyze the table and answer the question. 2020 World Cup matchil ഓരോരുത്തർ കിട്ടിയ നെയിം ഓഫ് ദ പ്ലേയേഴ്സ് ഉണ്ട്, അവരുടെ കൺട്രി ഉണ്ട്, റൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്ലെയർ ഹൂ ഓൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്. ഏറ്റവും കൂടുതൽ റൺ കിട്ടിയത് ആർക്കാണ്, എത്ര റണ്ണായിരുന്നു? ആർക്കായിരുന്നു? റഹ്മാനുള്ള ഗുർബാസിനായിരുന്നു. 281 റൺസ് കിട്ടിയിരുന്നു. റൈറ്റ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദ ബേസിസ് ഓഫ് റൺ സ്കോർ. റൺ കിട്ടിയതനുസരിച്ച് രോഹിത് ശർമ്മയുടെ ഏതായിരുന്നു പൊസിഷൻ? സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. 257 സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സ് സ്കോർ. 2 അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ രണ്ടുപേരുടെയും സ്കോറും കൂടെ കൂട്ടിയാൽ എത്ര? 281ഉം 231ഉം ആയിരുന്നു 2 അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സിന്. ടോട്ടൽ 512 ആണ് ആൻസർ. റൈറ്റ് ദ നെയിം ഓഫ് പ്ലേയേഴ്സ് ഹൂ ആർ ഇൻ ദ ഫസ്റ്റ് 3 പൊസിഷൻ ബേസ്ഡ് ഓൺ ദെയർ റൺസ്. റൺസ് അനുസരിച്ച് ആദ്യത്തെ 3 പൊസിഷൻസ് വരുന്ന ആൾക്കാർ എഴുതുക. ഫസ്റ്റ് ആർക്കായിരുന്നു? റഹ്മാനുള്ള ഗുർബാസിനായിരുന്നു. സെക്കൻഡ് രോഹിത് ശർമ്മയ്ക്കായിരുന്നു. തേർഡ് TM ഹോഡായിരുന്നു. ഓക്കെ, ഇതായിരുന്നു 3ാം ക്ലാസ്സിൽ ഇന്നുണ്ടായിരുന്ന മാത്സ് എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.